എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ എന്റെ അമ്മ തന്നെ കാച്ചണ ഒരു പ്രത്യേക എണ്ണയുണ്ട്. അത് മാത്രമാണ് ഞാൻ തലയിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത്ര നാള് മുടി നല്ല ഹെൽത്തിയും ആയിരുന്നു. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ വായിൽ തോന്നിയ എണ്ണകളൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഒരു പ്രത്യേകത മുടിയിൽ കാണാനുണ്ട് എന്ന് എനിക്ക് തോന്നിയപ്പോഴാണ് എന്നാ പിന്നെ ഞാൻ അങ്ങ് എണ്ണ കാച്ചാന്ന് തീരുമാനിച്ചത്. അമ്മയുടെ കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ കളക്ട് ചെയ്ത് വെച്ചു. കറ്റാർവാഴ നമ്മുടെ ഫ്ലാറ്റിൽ തന്നെ ഓൾറെഡി ഉണ്ടായിരുന്നു. അത് പോയി എടുത്തിട്ട് വന്നു. 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 1/2 കിലോ കറ്റാർവാഴ എന്നാണ് പറഞ്ഞത്. അമ്മ ഉണ്ടാക്കുന്നതിനകത്ത് കയ്യുണ്ണിയും ബ്രഹ്മിയും ഒക്കെ ഇടും. അതൊന്നും എന്തായാലും ഇവിടെ കിട്ടാനുള്ള സാധ്യതയില്ല. ഇവിടെ ഇപ്പൊ കറിവേപ്പിലേക്ക് തന്നെ നല്ല ക്ഷാമമായിട്ടുണ്ട്. പണ്ട് 1 ദിർഹംസ് ഉണ്ടായിരുന്ന കറിവേപ്പിലേക്ക് ഇപ്പൊ 4 ദിർഹംസ് ഒക്കെയാണ്. ഞാനിപ്പോ ഇവിടെ എടുത്തിട്ടുള്ള സാധനങ്ങൾ കറ്റാർവാഴ, ഉലുവ, നെല്ലിക്ക, കറിവേപ്പില, ചുവന്നുള്ളി, ഇത്രയാണ്. ഇതിലും കുറേ അധികം ഐറ്റംസ് വെച്ചിട്ട് എണ്ണ കാച്ചുന്നവരുണ്ടാവും കേട്ടോ. ഞങ്ങളിപ്പോ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കറ്റാർവാഴ ഒന്നെങ്കിൽ ചെറുതായിട്ട് കാനം കുറഞ്ഞ് ഇതുപോലെ അരിഞ്ഞെടുക്കണം, അല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിക്കണം. ചുവന്നുള്ളി ഏകദേശം ഒരു 1/4 കിലോയും ഉലുവ ഒരു പിടിയെന്നാണ് പറഞ്ഞത്. 4 ദിർഹംസിന്റെ കറിവേപ്പിലയുടെ ആ കവർ മൊത്തത്തിൽ ഞാൻ എടുത്ത് വെയിറ്റ് നോക്കിയില്ല. നെല്ലിക്കയും ഒരു 250 ഗ്രാം തന്നെയാണ് എടുത്തിട്ടുള്ളത്. നെല്ലിക്ക കൈ മുറിക്കാതെ സൂക്ഷിച്ച് അരിഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒരു കഷ്ടപ്പാട്. നെല്ലിക്ക അരിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയും വേണം. ചുവന്നുള്ളി തൊലി കളഞ്ഞ് ചെറിയ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കണം. അമ്മ എണ്ണ കാച്ചുമ്പോൾ ഒരു 6 മാസത്തേക്കുള്ള എണ്ണ ഒറ്റയടിക്ക് ഒരുമിച്ചിരുന്നാണ് കാച്ചാറ്. കറ്റാർവാഴയും ബ്രഹ്മിയൊക്കെ ഞങ്ങൾ കടയിൽ പോയി വാങ്ങിച്ചിട്ട് വരും. കയ്യുണ്ണിയും ആ പ്രദേശത്തുള്ള പാടത്തൊക്കെ പോയി തപ്പി നടന്ന് അമ്മ പോയി പറിച്ചുകൊണ്ട് വരും. ഞങ്ങൾ നോക്കിക്കും. ഞാൻ എന്റെ മുടിയിൽ നിർത്തുന്ന എല്ലാവിധ പരീക്ഷണങ്ങൾക്കും മുടി നിന്ന് തന്നിരുന്നത് ഈ ഒരൊറ്റ എണ്ണ കാരണമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അമ്മ ഉണ്ടാക്കുന്ന ഈ എണ്ണ യൂസ് ചെയ്ത പലരും ഇത് സ്കിന്നിനും ഭയങ്കര നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ വിറകടുപ്പിൽ വെച്ചിട്ട് കാച്ചുന്ന ഈ എണ്ണ കാലത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ രാത്രി ആകുമ്പോഴായിരുന്നു കേട്ടോ തീരാറ്. ഞാനിപ്പോ കാച്ചുന്ന എണ്ണയുടെ അളവ് കുറവായതുകൊണ്ട് 2.5 മണിക്കൂറിൽ കാര്യം തീർന്നു. ഏകദേശം 1.5 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കറ്റാർവാഴയ്ക്ക് നല്ല വേവ് കൂടുതലാന്ന് പറഞ്ഞെങ്കിൽ ഒരു 10-45 മിനിറ്റ് നിന്നിട്ട് ഇത് വേവുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും മനസ്സിലാവാത്തതുകൊണ്ട് പിന്നെ ഞാൻ അമ്മേനെ തന്നെ വീഡിയോ കോളിൽ വിളിച്ചിട്ട് കൺഫേം ചെയ്യേണ്ടി വന്നു. പണ്ട് ഉറക്കത്തുനിന്ന് വിളിച്ച് എഴുന്നേപ്പിച്ച് എനിക്ക് നല്ല ചീത്ത കിട്ടിയേനെ. ഇപ്പൊ പിന്നെ എണ്ണ കാച്ചുന്ന കാര്യം ആയതുകൊണ്ട് വേഗം എഴുന്നേറ്റു. പിന്നെ കറ്റാർവാഴ ഈ കളർ ആയപ്പോഴാണ് അതിനകത്തേക്ക് നെല്ലിക്ക മിക്സിയിൽ അടിച്ചത് ഇട്ടത്. 1.5 ലിറ്റർ വെളിച്ചെണ്ണ കരിച്ചു കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും പുള്ളിക്കാരി ഉറക്കൊക്കെ കളഞ്ഞ് നേരെ വന്ന് എന്റെ മുന്നിൽ തന്നെ ഇരുന്നു. നെല്ലിക്കയുടെ പുറകെ തന്നെ ഉലുവയും ചുവന്നുള്ളിയും ഇട്ടിട്ടുണ്ടായിരുന്നു. അവസാനം കറിവേപ്പിലയും. ഈ പാകമായി കഴിഞ്ഞപ്പോൾ നിർത്തിക്കോളാൻ പറഞ്ഞു. ഇനി ഇത് കഴിഞ്ഞിട്ട് മിക്സിയിലേക്ക് അടിച്ചിട്ട് വേണത്ര എണ്ണ എടുക്കാൻ. ഞാൻ പോവാ എന്നായാലും.